ഈ സുറൂത്ത് പാലിക്കണമെന്ന് അവർ നിർബന്ധം പിടിച്ച് നടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇപ്പോൾ അവരിനെ സുറൂത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരുന്നു, അത് പറയാൻ പാടില്ല, പാവം കിട്ടും എന്നൊക്കെ പറയണം. എന്താണ് അതിൻ്റെ വിധി? അത് ഓല് പറയണം. ഓല് നമ്മളെപ്പറ്റി ഇഹ്വാനി എന്ന് പറയുമ്പോൾ ഒരു പാപമല്ല അല്ലേ? നമ്മളെപ്പറ്റി ഇഹ്വാനികള് വലാലത്ത് പേച്ചോലാണ്, കള്ളന്മാരാന്ന് പറയുമ്പോൾ ഒരു പാപമല്ല. എന്നാ ഷുറൂത്തി എന്നുള്ള ഷുറൂത്ത് പറഞ്ഞ നിബന്ധന അർത്ഥമുള്ളൂ. നിബന്ധനകൾ, ഒരു തെറ്റായ അർത്ഥവും അതിനില്ല. കളവ് എന്ന് പറഞ്ഞാൽ സത്യം എന്നർത്ഥം അല്ല. ഇഹ്വാനി എന്ന് പറഞ്ഞാൽ തീവ്രമുഖാണ് അല്ലേ? അപ്പൊ അങ്ങനെ ചോദിക്കാം, അല്ലടോ ഞങ്ങളെ പറ്റി ഇപ്പൊ നിങ്ങൾ ഇഹ്വാനികൾ എന്ന് പറയണില്ലേ? അത് ശരി, അപ്പൊ അതിൽ പാപം ഉണ്ടാവൂല അല്ലേ? എന്നിട്ടിപ്പോ ഒരു ചങ്ങായിനോട് ഇപ്പൊ ഒന്ന് ചർച്ച നടത്തിയപ്പോ വിസ്ഡത്തിലെ ആളുകൾ കളവ് പറഞ്ഞു പറഞ്ഞപ്പോ, ശരി എന്താണ് കളവ്, എവിടെയാണ് കളവ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ, അല്ല കളവ് പറഞ്ഞ ആൾക്കാർ അപ്പുറത്തും ഇല്ലേ? ഇല്ല, അത് ശരി. അപ്പോ ന്യായീകരിച്ച് അവരെ കൂടെ നിൽക്കൽ ശരിയാണോ? പിന്നൊന്നും മറുപടി. അവരെ കളവിനെ ന്യായീകരിച്ച് അവിടെ നിൽക്കുക, എന്നിട്ട് ഇവിടെ കളവുണ്ട് എന്ന് പറയാ. ഈ ശുറൂത്തികൾ എന്നവരെ പറ്റി പറയാൻ കാരണം എന്താ അറിയോ? സംഘടനക്ക് വേണ്ട ഷർത്തുകൾ പാലിക്കാത്തവരാണ് വിസ്ഡം എന്നവർ പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിച്ചു, എന്താണ് ഷുറൂത്തുകൾ, എന്താണ് ലവാബിത്ത്, എന്താണ് ലവാബിത്തുൽ ജംഇയ്യ എന്താണെന്ന് ചോദിച്ചു. നമ്മൾ വായിച്ചു കൊടുത്തു, ഇതല്ലേ അള്ളാഹുവിലും അള്ളാഹുവിന്റെ ദൂതരിലുമുള്ള വിശ്വാസം ഉറക്കണം, അത് ഉറച്ചിട്ടില്ലേ? ഖുർആനും സുന്നത്തുമാണ് പ്രമാണം, അതന്നെയല്ലേ? നമ്മളെടുത്ത ആ ലവാബിത്തും ഷുറൂത്തും അൽഹംദുലില്ലാ കൃത്യമാണ്. നമ്മളെ ഇതിവിടെ വായിച്ചില്ല. ഞാൻ 1, 2, 3 കാര്യങ്ങളൊക്കെ എന്താ? അപ്പൊ ഇത്രേ ഉള്ളൂ. അവർക്ക് ആ പേര് പ്രയാസം ഉണ്ടാക്കണത് അവരിഷ്ടപ്പെട്ട പേര് അവർക്ക് പറയല്ല, നമ്മൾ എന്തോ അവരെ പറ്റി പറയാം. അവര് വാദിച്ച വാദം എന്താണോ അത് വെച്ചാണ് അവരെ പേര്, അല്ലാതെ വേറൊന്നും അവരെ പറ്റി പറയാൻ പറ്റൂല. അത് അവരെ തിരിച്ചറിയാൻ പറയാണ്. നമ്മളതിലൊരു വ്യക്തി വിരോധ വിദ്വേഷമൊന്നും തീർക്കണില്ല. പക്ഷെ നമ്മളടുത്ത് ഹക്ക് ഉണ്ടായിട്ട് ആ ഹക്കിനെ തകർക്കാൻ അവരെന്ത് ചെയ്യുന്നു? ഇല്ലാത്ത പലതും പറഞ്ഞു പരത്തുന്നു.